ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് കുറച്ചും കൂടി വൃത്തിയായിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് ലാസ്റ്റ് ചെയ്ത പ്രോഗ്രാം ആയിരുന്നു. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ സിസ് ഔട്ടിനുള്ളിൽ ആ വേരിയബിൾസിനെ എല്ലാം കൊടുത്തിട്ടായിരുന്നു അല്ലെ, റോൾ നമ്പറും സ്റ്റുഡന്റ് നെയിമും എല്ലാം നമ്മൾ ഓരോ സിസ് ഔട്ടിനുള്ളിൽ കൊടുത്തിട്ട് ഡയറക്റ്റ് പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. ഇത് എന്തൊക്കെയാന്നുള്ളത് ഔട്ട്പുട്ട് മാത്രം കാണുന്ന ഒരു യൂസറിന് മനസ്സിലാവത്തില്ല അല്ലെ. അപ്പൊ ഇതിനകത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽസ് എനിക്ക് ആഡ് ചെയ്യണം, കുറച്ചും കൂടി എന്താ പറയാ ബ്യൂട്ടിഫുൾ ആക്കണം എന്റെ ഔട്ട്പുട്ട്. അപ്പൊ അതിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ സിസ് ഔട്ടിന്റെ ഒക്കെ മേളില് ഞാൻ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഒരു സിസ് ഔട്ടും കൂടി ഇവിടെ കൊടുത്തതിന് ശേഷം ഇതിന്റെ ഒക്കെ ടോപ്പിലാണ് ഞാൻ എല്ലാ സിസ് ഔട്ട്സിന്റെയും ടോപ്പിൽ വന്നിട്ട് ഞാൻ ഒരു ഹെഡിങ് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവം നമ്മൾ കോഡ്സിനകത്ത് പ്രിന്റ് ചെയ്യുന്നു അത് അതേപോലെ തന്നെ പ്രിന്റ് ആവും. ഇവിടെ ഞാൻ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്നാണ് കൊടുക്കുന്നത്, സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പൊ ഇത് അതുപോലെ തന്നെ പ്രിന്റ് ആവും. ഇനി അതിന്റെ താഴെ എനിക്കൊരു അണ്ടർലൈൻ കൊടുക്കണം. ഈ സ്റ്റുഡന്റ് ഡീറ്റെയിൽസിന് ഒരു അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ അപ്പോഴും ഞാൻ വേറൊരു സിസ് ഔട്ട് യൂസ് ചെയ്യാണ്. എന്നിട്ട് കോഡ്സിൽ എന്തെങ്കിലും ഒരു സ്റ്റാറോ ഹാഷോ നിങ്ങൾക്ക് ഏതാണോ അണ്ടർലൈൻ കൊടുക്കാനായിട്ട് പറ്റുന്നത് അത് യൂസ് ചെയ്യാം. ഞാനിവിടെ സ്റ്റാർ കൊടുത്തു, സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്. ഓക്കെ, അത്രയും വരെ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പൊ കൺസോളിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ വന്നിട്ടുണ്ട് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് ഹെഡിങ് ആയിട്ട് പ്രിന്റ് ചെയ്തു. അതിന്റെ താഴെ ഒരു അണ്ടർലൈൻ പോലെ നമുക്ക് സ്റ്റാറും വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ താഴെയുള്ള സിസ് ഔട്ടുകൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആക്കണം അല്ലെ. ഈ 1002 എന്നുള്ളത് റോൾ നമ്പർ ആണ്. അപ്പോൾ അത് റോൾ നമ്പർ ഈക്വൽ ടു അല്ലെങ്കിൽ റോൾ നമ്പർ ഈസ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ എന്ത് ചെയ്യണം, അതിന് നിങ്ങൾ കോൺകാറ്റിനേറ്റ് ചെയ്യണം. കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈ റോൾ നമ്പർ എന്നുള്ളത് വേരിയബിൾ ആണ്. അത് നിങ്ങൾക്കറിയാലോ, ഓൾറെഡി നമ്മൾ ഈ റോൾ നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇന്റിജർ ആയിട്ടാണ് അല്ലെ. അപ്പൊ ആ വേരിയബിളിന് ഞാൻ കൊടുത്ത പേരാണ് റോൾ നമ്പർ. അത് അതേപോലെ നമ്മൾ ഒരു കോഡ്സും ഇല്ലാതെ നമ്മൾ ഡയറക്റ്റ് എടുത്ത് സിസ് ഔട്ടിനുള്ളിൽ കൊടുത്തു. അപ്പോൾ അതിനുള്ളിലെ വാല്യൂ എന്താണോ സേവ് ചെയ്തിരിക്കുന്നത് അതാണ് പ്രിന്റ് ആയത്. ഇനി എനിക്ക് ഇതിന്റെ ഫ്രണ്ടില് എനിക്ക് റോൾ നമ്പർ എന്നും പറഞ്ഞ ഒരു ലേബൽ വരണം. അതായത് ആ ഒരു ടെക്സ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിച്ചിട്ട് വേണം ശരിക്കുള്ള റോൾ നമ്പർ കാണിക്കാനായിട്ട്. അപ്പൊ അതെന്ത് ചെയ്യണം, അത് ഞാൻ കോഡ്സിൽ കൊടുക്കണം. എന്ത്, റോൾ നമ്പർ. ഞാൻ റോൾ നമ്പർ ഈസ് കൊടുക്കാം, കാര്യം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുതല്ലോ. വേരിയബിൾ നെയിമും റോൾ നമ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. റോൾ നമ്പർ ഈസ് എന്ന് പറഞ്ഞ് ഞാനൊരു കോളനും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ കോഡ്സ് ക്ലോസ് ചെയ്തു. അപ്പൊ കോഡ്സിനുള്ളിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ ഞാൻ കൊടുത്തിരിക്കുന്നത് അത് അതേപടി പ്രിന്റ് ആവും. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ വേരിയബിളും ഈ ടെക്സ്റ്റും കമ്പൈൻ ആവാൻ വേണ്ടിയിട്ട് കണ്ടോ, ഇതിനിപ്പോ ഒരു എറർ കാണിക്കുകയാണ് അല്ലെ. റോൾ നമ്പറിന്റെ താഴെ ഒരു പ്ലസ് കൊടുക്കുക. പ്ലസ് കൊടുക്കുമ്പോൾ പ്ലസ് ഇവിടെ യൂസ് ചെയ്യുന്നത് കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ആയിട്ടാണ്. അപ്പോൾ റോൾ നമ്പർ ഈസ് എന്നുള്ള ആ ടെക്സ്റ്റും റോൾ നമ്പർ എന്നുള്ള വേരിയബിളും കൂടി കോൺകാറ്റിനേറ്റ് ആയി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്പേസോ കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അതെല്ലാം നിങ്ങൾ കോഡ്സിന്റെ അകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. കോഡ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സ്പേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. എന്ത് കാര്യങ്ങളാണോ നിങ്ങൾക്ക് ഡിസൈനിങ് ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ കോഡ്സിനകത്ത് വേണം ചെയ്യാനായിട്ട്. ഇനി ഞാൻ ഇതൊന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അപ്പൊ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് റോൾ നമ്പർ ഈസും പറഞ്ഞു വന്നു. അതുപോലെ തന്നെ ഞാൻ അടുത്ത സ്റ്റുഡന്റിന്റെ നെയിമും ഞാൻ കൊടുക്കുകയാണ്. സോറി, കോഡ്സില് നെയിം ഓഫ് ദ സ്റ്റുഡന്റ് ഈസ്. ഓക്കെ, ഇനി അതിന് ഞാൻ സ്പേസ് കൊടുക്കുന്നു, കോളൻ കൊടുക്കുന്നു. ഇനി നിങ്ങൾക്കൊരു സ്പേസ് ഔട്ട്പുട്ടിൽ വേണം എന്നാണെങ്കിൽ ഇവിടെ തന്നെ സ്പേസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ കോഡ്സ് ക്ലോസ് ചെയ്യാം. എന്ത് ചെയ്യണം, ഒരു പ്ലസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, രണ്ടും കമ്പൈൻ ആവാനായിട്ട് പ്ലസ് ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് ഞാൻ എഴുതാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതും കൂടി ഞാൻ എഴുതട്ടെ. ടോട്ടൽ മാർക്സ് കോളൻ, കോഡ്സ് ഞാൻ ക്ലോസ് ചെയ്യാണ്. ഇനി പ്ലസ് കൊടുക്കുക, വേരിയബിളും ഇതും കൂടി കമ്പൈൻ ആവാനായിട്ട്. വീണ്ടും അടുത്തതിൽ ഞാൻ കൊടുക്കുന്നു ജെൻഡർ ഓഫ് ദ സ്റ്റുഡന്റ് ഈസ് കോളൻ കൊടുത്തു. എന്ത് ചെയ്യണം, പ്ലസ് കൊടുക്കണം. അടുത്ത ഒരെണ്ണം കൂടി ഉണ്ടെന്ന്, ഒരെണ്ണം കൂടി ഉണ്ട്. പ്രമോഷൻ എന്താണ്, പ്രമോഷൻ സ്റ്റാറ്റസ് ഓഫ് ദ സ്റ്റുഡന്റ് ഈസ് കോളൻ. എന്ത് ചെയ്യണം, കോഡ്സ് ക്ലോസ് ചെയ്യുക. കോളൻ മസ്റ്റ് ഒന്നും അല്ല കേട്ടോ, ഞാൻ അതിന്റെ കൂടെ വരാൻ വേണ്ടി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി കോളൻ ഇടുകയാണേ.
കോളൻ ഇടണം എന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഔട്ട്പുട്ട് പുറത്ത് കാണേണ്ടത് ആ രീതിയിൽ സെന്റൻസ് നിങ്ങൾ കൊടുക്കുക. പ്രൊമോഷൻ സ്റ്റാറ്റസ് മാത്രം കൊടുത്താണെങ്കിൽ അത്രയും കൊടുത്താൽ മതി. അല്ല 1 2 3 4 എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രിന്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. എന്താണോ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഔട്ട്പുട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യുക, എന്നിട്ട് അതുപോലെ കൊണ്ടുവരാം. പിന്നെ നമുക്ക് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്തപ്പോൾ കണ്ട കുറേ ഡീറ്റെയിൽസ് ഇതിനകത്ത് വന്നു അല്ലേ. അതായത് സ്റ്റുഡൻസിന്റെ എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് നമുക്ക് റോൾ നമ്പർ ഈസ് അത് കാണിക്കുന്നു, നെയിം ഓഫ് ദ സ്റ്റുഡന്റ്, ടോട്ടൽ മാർക്സ്, പിന്നെ ജെൻഡർ ഓഫ് ദ സ്റ്റുഡന്റ്, അതുപോലെ പ്രൊമോഷൻ സ്റ്റാറ്റസ് എല്ലാം വൃത്തിയായിട്ട് പ്രിന്റ് ചെയ്ത് കാണിച്ചു. ഇനി നിങ്ങൾ ഈ വാല്യൂ ചേഞ്ച് ചെയ്താലും, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ മേളിലേക്ക് പോവാണ്, എന്നിട്ട് ഞാൻ ഈ ഡേറ്റ ഒക്കെ ചേഞ്ച് ചെയ്തു. ഞാൻ അഞ്ജന എന്നുള്ള പേര് മാറ്റിയിട്ട് ഞാൻ വിവേക് എന്ന് കൊടുത്തു. ഇനി എന്താണ് മാർക്സ് ഞാൻ 90 എന്ന് കൊടുക്കുകയാണ്. വിവേക് മെയിലാണ്, അപ്പം ഞാൻ M എന്ന് കൊടുത്തു. റോൾ നമ്പർ ഞാൻ മാറ്റി 10 എന്ന് കൊടുക്കാം, 10 10. പ്രൊമോഷൻ സ്റ്റേറ്റസ് ഞാൻ ട്രൂ കൊടുത്തു. ട്രൂ ഒരു കീവേഡാണ്, ട്രൂ ഫോൾസും കീവേഡ്സ് ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ കളറും കീവേഡ്സിൻ്റെ ഒക്കെ കളർ കണ്ടോ മാറിയിരിക്കും, കണ്ടോ ഹൈലൈറ്റ് ചെയ്ത് ഇരിക്കുന്നത്. അതിന് കോഡ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ട്രൂവും ഫോൾസ് ഒക്കെ അങ്ങനെ തന്നെയാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഒന്ന് സേവ് ചെയ്തോട്ടെ. Ctrl+S തന്നെയാണ് നമ്മൾ നോർമൽ ഫയൽസ് സേവ് ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് ഒന്നും കൂടി ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. ഇനി എനിക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം, അതായത് ഈ ഔട്ട്പുട്ട് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രിന്റ് ചെയ്യണം. അത് അതിനകത്ത് വാല്യൂസും വേണം, എനിക്ക് അത് മനസ്സിലാവുന്ന രീതിയിലുള്ള ടെക്സ്റ്റും വേണം. അപ്പൊ ആദ്യം നമുക്ക് ആ സെന്റൻസ് എന്താണെന്നുള്ളത് റഫ് ആയിട്ടൊന്ന് എഴുതി നോക്കാം. ഞാൻ വേറൊരു സിസ് ഔട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ അകത്ത് എൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, മൈ സ്റ്റുഡൻറ്റ് വിവേക് ഹു ഹാസ് റോൾ നമ്പർ 1010. ഇതെല്ലാം നമുക്ക് മാറ്റാനുള്ളതാണ് ഈ വാല്യൂസ് എല്ലാം. തൽക്കാലം നമ്മൾ ആ സെന്റൻസ് കറക്റ്റ് ആക്കുകയാണ്. റോൾ നമ്പർ 1010, സ്കോർഡ് എന്താ 90.9 in the exam, and the promotion status ഒന്ന് നിങ്ങൾ എഴുതിക്കോ. ഞാൻ പ്രൊമോഷൻ ഈസ് എന്ന് എഴുതാണ്. ആൻഡ് ദ പ്രൊമോഷൻ ഇസ് ട്രൂ. അപ്പോൾ ഇതൊരു എന്താ നമുക്ക് ആ ട്രൂ എന്നുള്ള കീവേഡ്സ് ഒക്കെ വരാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നത്. നിങ്ങൾ ലാംഗ്വേജും ഗ്രാമറും നോക്കണ്ട, നമുക്ക് ഔട്ട്പുട്ടാണ് നോക്കേണ്ടത് അല്ലേ. അപ്പം മൈ സ്റ്റുഡൻറ്റ് വിവേക് എന്ന് പറഞ്ഞിട്ടൊരു കോമ വേണം. ഹു ഹാസ് ദ റോൾ നമ്പർ. ഓക്കെ, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ പ്രിന്റ് ചെയ്ത് ഞാൻ സംഭവിക്കുന്നത് വെച്ചാൽ ഇതെല്ലാം ഹാർഡ് കോഡഡ് ആണ് അല്ലേ. ആ വിവേക് എന്നുള്ള വാല്യൂ ഹാർഡ് കോഡഡ് ആണ്. അപ്പം ഞാൻ ഇതിന് പകരം വേറെ ഏതെങ്കിലും ഒരു പേര് മാറ്റി കൊടുത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റി കൊടുത്ത, അപ്പം അഞ്ജലിന്ന് ഞാൻ കൊടുക്കുകയാണ്. അഞ്ജലിന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ് ഔട്ടിനുള്ളിലത്തെ, അതായത് ലാസ്റ്റ് സിസ് ഔട്ടിനുള്ളിലത്തെ സംഭവം ചേഞ്ച് ആവത്തില്ല. കാര്യം ഞാനിത് വിവേകം തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അഞ്ജലി എന്നുള്ളത് മാറിയത് അറിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം, അതിനകത്തും എനിക്ക് വേരിയബിൾസ് റീപ്ലേസ് ആവണം അല്ലേ. അപ്പം റീപ്ലേസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോൺകാറ്റിനേഷൻ അല്ല പ്ലസ് ഓപ്പറേറ്ററും കോഡ്സും വെച്ചിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇവിടെ ഒരു ലൈനും കൂടി ആഡ് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാം കൂടി കൺഫ്യൂഷൻ ആവാതിരിക്കാനായിട്ട്. ഒരു സിസ് ഔട്ടിനകത്ത് ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ കൊടുക്കുകയാണ്, അതും പ്രിന്റ് ആയിക്കോളും. ഓക്കെ, ഇനി ഇവിടെയാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ മൈ സ്റ്റുഡൻറ്റ് എന്നുള്ളത് അങ്ങനെ തന്നെ പ്രിന്റ് ആവണം. മൈ സ്റ്റുഡൻറ്റ് എന്നിട്ട് ഒരു സ്പേസും വേണം. അപ്പം എന്ത് ചെയ്യണം, അവിടെ വെച്ച് ഞാനൊരു കോഡ്സ് ഒന്നുകൂടി കൊടുക്കണം. അപ്പം എന്തായി, ഇത്രയും കാര്യങ്ങൾ കോഡ്സിൻ്റെ അകത്തായി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കോഡ്സിനുള്ളിൽ. ഇനി വിവേക് എന്നുള്ളത് അല്ലെങ്കിൽ അഞ്ജലി എന്നുള്ളത് സേവ് ചെയ്തിരിക്കുന്ന വേരിയബിൾ എന്ന് പറയുന്നത് ഏതാണ്, സ്റ്റുഡൻറ്റ് നെയിം എന്നുള്ള ഈ വേരിയബിൾ ആണ് അല്ലേ. സ്റ്റുഡൻറ്റ് നെയിം എന്നുള്ള ഈ വേരിയബിൾ ആണ്, ആ വേരിയബിൾ ആണ് അവിടെ വരേണ്ടത് അല്ലേ. എന്നാലേ ഞാൻ സ്റ്റുഡൻസിന്റെ പേര് മാറ്റുന്നതിനനുസരിച്ച് എൻ്റെ സ്റ്റേറ്റ്മെന്റ് മാറുള്ളൂ. അപ്പോൾ ആ വേരിയബിൾ അവിടെ നിന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് ആ പേരിന്റെ പൊസിഷനിൽ, അത് വിവേക് എന്നുള്ള പൊസിഷനിൽ എനിക്ക് ആ വേരിയബിൾ നെയിം പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും കൂടി ഈ ടെക്സ്റ്റും, അതായത് മൈ സ്റ്റുഡൻറ്റ് എന്നുള്ള ടെക്സ്റ്റും എൻ്റെ വേരിയബിളും കൂടി കമ്പൈൻ ആവാൻ, കോൺകാറ്റിനേറ്റ് ആവാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യണം, പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. എന്നിട്ട് ഞാൻ എൻ്റെ വേരിയബിൾ അവിടെ പേസ്റ്റ് ചെയ്തു. ഇനി വീണ്ടും അടുത്തതൊരു ടെക്സ്റ്റ് ആണ് അല്ലേ, ഡിസ്പ്ലേ ടെക്സ്റ്റ് ആണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം, ഒരു പ്ലസും കൂടി ഇടണം. അതായത് എൻ്റെ വേരിയബിൾസ് എപ്പോഴും 2 പ്ലസിൻ്റെ ഇടയിലായിരിക്കണം. ഒരു സെന്റൻസിനുള്ളിലാണ് നിങ്ങൾ ഡൈനാമിക് ആക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പുറത്തിപ്പുറത്തും പ്ലസ് ഉണ്ടായിരിക്കണം. വേരിയബിൾ നെയിമിൻ്റെ അപ്പുറത്തിപ്പുറം പ്ലസ് ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കോമ തൊട്ട് വീണ്ടും നമുക്ക് ടെക്സ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഒരു കോമ കോഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. കോമ മാത്രമായിട്ട് നിങ്ങൾക്ക് പുറത്തിടാൻ പറ്റുമൊന്നുമില്ല, അതും കോഡ്സിനകത്ത് പോകണം. ആൻഡ് ഹു ഹാസ് റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ട് റോൾ നമ്പർ വരെ ടെക്സ്റ്റ് ആണ്. അതിനുശേഷം ഈ 1010 എന്നുള്ളത് എന്താണ്, യൂസർ കൊടുക്കുന്ന അടുത്ത, അതായത് അതിന്റെ വാല്യൂ വേരിയബിളിൽ നിന്ന് വരണം അല്ലേ. അത് മാറിക്കൊണ്ടേയിരിക്കാം, യൂസർ എപ്പോഴും ആ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ചേഞ്ച് ആവേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അവിടെ വരെ നിങ്ങൾ കോഡ്സ് ഇടുക. അപ്പോൾ വീണ്ടും അടുത്ത സെറ്റ് കോഡ്സിന്റെ ഉള്ളിലായി.
ഇനി എന്ത് ചെയ്യണം, പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. എന്നിട്ട് ഈ 1010 അതായത് നമ്മുടെ റോൾ നമ്പർ സേവ് ചെയ്തിരിക്കുന്ന എവിടെയാണ്, റോൾ നമ്പർ എന്നുള്ള വേരിയബിളിന്റെ ഉള്ളിലാണ്. ആ വേരിയബിൾ എന്താണോ അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുക. കോപ്പി പേസ്റ്റ് ചെയ്യാൻ ഞാൻ പറയുന്നത്, ഇവിടെ വന്നിട്ട് നിങ്ങൾ എങ്ങാനും ക്യാപിറ്റൽ ലെറ്ററോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടൊന്നും ടൈപ്പ് ചെയ്യാണ്ട് വേരിയബിൾ കൺഫ്യൂസ്ഡ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് എഴുതാൻ പറയുന്നത്. അപ്പോൾ റോൾ നമ്പർ എന്നുള്ള വേരിയബിൾ നമ്മൾ അവിടെ പേസ്റ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, വീണ്ടും കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലസ് യൂസ് ചെയ്യണം. അതിനുശേഷം വീണ്ടും ഒരു കോമയാണ് അല്ലേ. അടുത്തത് എന്ത് ചെയ്യണം, അടുത്ത കോഡ്സിൻ്റെ അകത്ത് കൊടുക്കണം കോമ. സ്കോർഡ് വരെ പിന്നെ ഒരു കോഡ്സിലാണ്, വീണ്ടും പ്ലസ് കൊടുക്കണം. ഈ 90.9 എന്നുള്ളത് എന്താ, ടോട്ടൽ മാർക്സ് ആണ് അല്ലേ. ഇതും മാറിക്കൊണ്ടിരിക്കും, ഡൈനാമിക് ആണ്, ഓരോ സ്റ്റുഡൻറ്റും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യണം, അതും നമ്മുടെ ഏതാണോ നമ്മുടെ വേരിയബിള്, മാർക്സ് എന്നുള്ളതാണ് വേരിയബിൾ, ആ വേരിയബിൾ നെയിം കോപ്പി എടുക്കുക. എന്നിട്ട് ആ പൊസിഷനിൽ എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്യണം. സ്കോൾഡ് കണ്ടാ, ഈ പൊസിഷനിൽ ഏത് വരണം, നമ്മുടെ മാർക്സ് എന്നുള്ള വേരിയബിൾ വേണം. വേരിയബിൾ എപ്പോഴും പ്ലസിന്റെ ഇടയിലായിരിക്കണം. കണ്ടോ, അപ്പോൾ പ്ലസ് വീണ്ടും കൊടുക്കാം. അടുത്തത് വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇത് ഇൻ ദ എക്സാം ആൻഡ് ദ പ്രമോഷൻ ഈസ് ട്രൂ. അപ്പോൾ ഈസ് വരെ എന്താണ്, ഡിസ്പ്ലേ ടെക്സ്റ്റ് ആണ്. അപ്പം അവിടെ വെച്ച് നമ്മുടെ കോഡ്സ് വീണ്ടും ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, വീണ്ടും പ്ലസ് കൊടുക്കണം. ഈ പ്രമോഷൻ എവിടെ നിന്നാണ് വരുന്നത്, പ്രമോഷൻ എന്നുള്ള വേരിയബിളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ എന്ത് കൊടുക്കണം, പ്രമോഷൻ എന്നുള്ള വേരിയബിൾ കൊടുക്കണം. ഓക്കെ, ഇനി ലാസ്റ്റ് ഇനി വേറെ ഒന്നും എനിക്ക് അറ്റാച്ച് ചെയ്യാനില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ദ പ്രമോഷൻ ഇസ് ട്രൂ അല്ലെങ്കിൽ പ്രമോഷൻ ഇസ് ഫാൾസ് എന്ന ഡൈനാമിക് ആയിട്ട് വരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ഇനി നിങ്ങൾ പ്ലസ്സോ കോഡ്സോ ഒന്നും ആഡ് ചെയ്യേണ്ട, അവിടെ വെച്ച് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. അല്ല ഇനിയും ഉണ്ട്, എനിക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടണമെന്ന് വിചാരിക്കുക, ഇത് കഴിഞ്ഞിട്ട് ഈ സ്റ്റേറ്റ്മെന്റിന് ഒരു ഫുൾ സ്റ്റോപ്പ് ആണല്ലോ, ആ ഫുൾ സ്റ്റോപ്പ് ഇടണമെങ്കിൽ പോലും നിങ്ങൾ വീണ്ടും കോഡ്സ് ആഡ് ചെയ്യണം. വേരിയബിൾ കഴിഞ്ഞിട്ട് പ്ലസ് കൊടുക്കണം, കോഡ്സ് ആഡ് ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം, ഫുൾ സ്റ്റോപ്പ് കൊടുക്കണം. എന്നാലേ അത് അതായത് ഓരോ ഇത് സ്റ്റാർട്ടിങ് ഇത് എൻഡിങ് ആണ്. ഈ കോഡ്സ് കണ്ടോ, ഇതിവിടെ സ്റ്റാർട്ടിങ് ആണ്, ഇതിന്റെ സ്റ്റാർട്ടിങ്ങും ഇതിന്റെ എൻഡിങ്ങും ആണ്. അങ്ങനെ നിങ്ങൾ ആ ടെക്സ്റ്റ് എൻഡ് ചെയ്യുന്നിടത്തും ക്ലോസിങ് കോഡ്സ് ആണ് ഇടേണ്ടത്. അങ്ങനെ വേണം നിങ്ങൾക്കിത് ചെയ്ത് പോവാനായിട്ട്. അപ്പോൾ ഇത് ഒറ്റ സെന്റൻസ് ആയി. ഇനി ഞാനിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം മൈ സ്റ്റുഡൻറ്റ് അഞ്ജലി ഹു ഹാസ് റോൾ നമ്പർ 1010 സ്കോർഡ് 90.9 ഇൻ ദ എക്സാം ആൻഡ് ദ പ്രൊമോഷൻ ഇസ് ട്രൂ. കണ്ടോ, വിത്ത് ഫുൾ സ്റ്റോപ്പ് വന്നു. ഇനി നിങ്ങൾക്ക് ഈ ഔട്ട്പുട്ട് കറക്റ്റ് ആണോ എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഈ വേരിയബിൾസ് ഒക്കെ മാറ്റി കാണിച്ചു തരാം. നമുക്ക് റോൾ നമ്പർ ഒരു 2000 കൊടുക്കാം. അഞ്ജലി എന്നുള്ള പേര് മാറ്റിയിട്ട് നമുക്ക് വിഷ്ണു എന്ന് കൊടുക്കാം. ഇനി ഇത് മാറ്റാം, നമുക്ക് 88.5 കൊടുക്കാം. ജെൻഡർ മെയിലാണ്. പ്രമോഷൻ ഫോൾസ് കൊടുക്കണം ഞാൻ തൽക്കാലം, ഔട്ട്പുട്ട് വ്യത്യാസം വരാൻ വേണ്ടിയിട്ട്. കണ്ടോ, അപ്പോൾ മൈ സ്റ്റുഡൻറ്റ് വിഷ്ണു ഹു ഹാസ് റോൾ നമ്പർ സ്കോർഡ്, കണ്ടോ അതും മാറി. പ്രമോഷൻ എന്തായി, ഫോൾസ് ആയി. അതനുസരിച്ച് മേലിലത്തെ മാറിയിട്ടുണ്ട് അല്ലേ, കാര്യം നമ്മളിത് വേരിയബിളിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അവിടെയും ആ ചേഞ്ചസ് ആപ്ലിക്കബിൾ ആയി. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനൊക്കെ ഔട്ട്പുട്ട് ഇതേ രീതിയിൽ പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഔട്ട്പുട്ട് അവർ തന്നിട്ടുണ്ടോ, ഈ ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാനായിരിക്കും പറയുക. അപ്പോൾ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾ ഇതുപോലെ സെൻറ്റൻസുകളൊക്കെ ആയിട്ട് കമ്പോസ് ചെയ്തിട്ട് വേരിയബിളിനെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാനിത് ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്തോളാം ഈ പ്രോഗ്രാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.